ഹായ് എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എഡ്യൂക്കേറ്റർ ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം RRP ആണ്. മക്കളെ, എക്സാമിന്റെ പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്ന വിശ്വസിക്കുന്നു. നിങ്ങൾ നല്ല കോൺഫിഡൻസോടെ ഇരിക്കുക. എസ്പെഷ്യലി JEE മെയിൻസ് എഴുതാൻ പോകുന്ന എന്റെ വിദ്യാർത്ഥികളോട്, നമുക്കിനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ആലോചിക്കുക. ഹെൽത്ത് ഒക്കെ നന്നായിട്ട് നോക്കുക. നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണേ. രണ്ട്, നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം വേറൊന്നുമല്ല, നമുക്ക് JEE മെയിൻസ് എന്ന് പറഞ്ഞാൽ നമുക്കിനി അടുത്തൊരു ചാൻസ് കൂടെ ഉണ്ട്. അപ്പൊ അടുത്തൊരു ചാൻസ് ഉണ്ട്, എന്നാൽ ഇപ്പൊ ഉഴപ്പേക്കാം എന്നല്ല, പക്ഷെ അടുത്തൊരു ചാൻസ് ഉള്ളത് കൊണ്ട് ഈ ചാൻസ് കുറച്ചുകൂടെ കോൺഫിഡൻസിൽ എഴുതാനുള്ള ഒരു മനസ്സ് നമുക്ക് കിട്ടും. ഇതിപ്പോ എന്റെ ഒടുക്കത്തെ ചാൻസ് ആണെന്ന് ചിന്തിക്കുന്ന ആൾക്ക് കുറച്ചുകൂടെ ടെൻഷൻ വരും. ഇപ്പൊ സിവിൽ സർവീസ് ഒക്കെ ഇത്ര ഒരു അറ്റംപ്റ്റ് എന്നുണ്ട്, ആ അവസാനത്തെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ആളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പൊ അതിലേക്ക് പോകുന്ന ആൾക്ക് അവസാനം ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട, നമുക്ക് അടുത്തൊരു എക്സാം കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് കൂളായിട്ടിരിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. പോസിറ്റീവായിട്ടുള്ള തോട്ട് പ്രോസസ്സിലൂടെ നിങ്ങളുടെ മനസ്സ് പോകട്ടെ, നിങ്ങൾ അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇനി നമ്മുടെ മോക്ക് സീരീസ് ഒക്കെ നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകളൊക്കെ JEE എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ നീറ്റ് എക്സാമിന് പഠിക്കാൻ പോകുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ കണ്ടന്റുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അവർക്കൊരു നീറ്റ് സ്റ്റഡി പ്ലാൻ 120 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ ഇട്ടിരുന്നു. ഈ വീഡിയോയുടെ എല്ലാം താഴെ കോമൺ ആയിട്ട് വന്നൊരു കമന്റും, അതേപോലെ നമ്മുടെ വാട്സാപ്പിലേക്ക് വന്നൊരു കമന്റ്, വാട്സാപ്പിലേക്ക് ഒരുപാട് പേര് അയച്ചൊരു മെസ്സേജ് ആണ് എന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതായത് നീറ്റ് 2025 ഫിസിക്സിന് മിനിമം 150 എങ്ങനെ സ്കോർ ചെയ്യാം. ഈ ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ, വേറെ ഒരു കാര്യം സംസാരിക്കുന്നില്ല. പക്ഷെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ട് കാരണമായിരുന്നു. ഒന്ന്, നമ്മൾ നീറ്റിന്റെ സ്റ്റഡി പ്ലാൻ ഇട്ട് കഴിഞ്ഞപ്പം കുറെ പേര് പേഴ്സണലി മെസ്സേജ് അയച്ചു, സാറേ ഒരുപാട് നന്ദിയുണ്ട്, കാര്യം ഒരു കോൺഫിഡൻസ് കിട്ടി. ഞാൻ ആ മെസ്സേജുകളൊക്കെ ഇവിടെ നിന്ന് പിൻ ചെയ്യുന്നുണ്ട്. അതായത് എനിക്ക് കിട്ടിയ മെസ്സേജുകൾ നമ്മുടെ സ്ഥാപനത്തിന്റെ വാട്സാപ്പിലേക്ക് വന്ന മെസ്സേജുകളാണ്. അതായത് നിങ്ങളുടെ ആ വീഡിയോ കണ്ടപ്പം കുറച്ച് കോൺഫിഡൻസ് കിട്ടി, ഇനിയുള്ള 120 ദിവസം ഞാൻ അടിപൊളിയായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കും, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെക്കാം, ഈ പറഞ്ഞ ടൈമിങ്ങിലൂടെ ഒക്കെ ഞാൻ പഠിക്കാൻ ശ്രമിക്കാം എന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജസ് വന്നു. അതേപോലെ കുറെ പേര് സജസ്റ്റ് ചെയ്തൊരു പോയിന്റ് ആണ് ഇത്. അതായത് ഫിസിക്സിന് എങ്ങനെ 180 150 കിട്ടും. സത്യം പറഞ്ഞാൽ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കണ്ടന്റും ചെയ്യുന്നതിനിടയിൽ ഇതിനു വേണ്ടി നമ്മളൊരു വേറൊരു സമയം തന്നെ മാറ്റി വെക്കണം. കാര്യം നല്ല അനാലിസിസ് നടത്തിയിട്ടാണ് ഇതിനെപ്പറ്റി നമ്മൾ സംസാരിക്കാറ്. ഇപ്പൊ നീറ്റിന്റെ 120 ഡേയ്സ് സ്റ്റഡി പ്ലാൻ, ആ ഒരു പ്ലാൻ മാത്രം ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഞാനും കിറ്റി സാറോടെ ഒരു ദിവസത്തിന് മുകളിൽ എടുത്തിട്ടുണ്ട്. ആ അനാലിസിസ് ഒന്ന് നടത്തി നിങ്ങളിലേക്ക് എന്ത് പറയണം എന്ന് പ്ലാൻ ചെയ്ത് ആ സ്ലൈഡ് സെറ്റാക്കാൻ ഞങ്ങൾക്ക് അത്രയും സമയം എടുത്തു. ഇതെനിക്ക് തോന്നുന്നു ഒരു അര ദിവസത്തിന് മുകളിൽ നമ്മൾ സ്പെൻഡ് ചെയ്ത കാര്യമാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. കാരണം അത്രയും വ്യക്തമായ പ്ലാൻ ചെയ്തു. പിന്നെ ഈ കണ്ടന്റ് ചെയ്യാൻ എനിക്ക് വളരെ എനർജി തന്നത്, കഴിഞ്ഞ ദിവസം ഞാൻ പഠിപ്പിച്ച തന്നെ ഒരു കുട്ടി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. അവൻ എനിക്ക് അയച്ച മെസ്സേജ് ഇങ്ങനെയാണ്: ഇപ്പം മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതുന്നുണ്ട് ആള്, ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സാർ, ബയോളജിയും കെമിസ്ട്രിയും സ്ട്രോങ് ആണ്, ഫിസിക്സ് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ലാസ്റ്റ് മോക്ക് ടെസ്റ്റിന് മോൻ എത്ര കിട്ടിയത്? ഒരു 500 എബവ് ആണ് അവൻ സ്കോർ പറയുന്നത്. പക്ഷെ ഈ 500 എബവ് സ്കോർ പറയുമ്പോഴും 360 350 റേഞ്ചിലാണ് ബയോളജിക്ക്, 160 റേഞ്ചിലാണ് കെമിസ്ട്രിക്ക് കിട്ടുന്നത്. പക്ഷെ 80 സംതിങ്, കൃത്യം ഞാൻ ഓർക്കുന്നില്ല, 100 എബവ് പോകുന്നില്ല. നമുക്ക് തന്നെ ആലോചിച്ച് നോക്കാം, 360ന്റെ കൂടെ 150 ആഡ് ചെയ്യും, കെമിസ്ട്രിയുടെ 150 സംതിങ് ആഡ് ചെയ്തല്ലേ 140 ആഡ് ചെയ്യുമ്പോൾ തന്നെ 360 460 40 കൂടെ ആയപ്പോ 500 ആയി. ബാക്കി 500 സംതിങ്ങിലേക്ക് അവനെ എത്തിക്കുന്ന മാർക്ക് മാത്രമാണ് ഫിസിക്സ്. അതായത് ഒരു 75-70 റേഞ്ചിന് മുകളിലോട്ടൊന്നും കയറാൻ പറ്റുന്നില്ല. അപ്പൊ എന്നോട് അവനും ചോദിച്ചു, സാറേ ഒരു 120+ മതി, എനിക്ക് ഉറപ്പാണ് സീറ്റ് കിട്ടും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് 120+ എത്തണം. അപ്പൊ ഞാൻ കുറെ സ്റ്റഡി പ്ലാൻ ഒക്കെ അവൻ ഇങ്ങനെ ബേസിക്കലി പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയൊക്കെ ചെയ്യാം. അപ്പൊ ഞാൻ ആലോചിച്ചു, എന്നാ ഉറപ്പായിട്ട് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാര്യം ഇത് ആവശ്യപ്പെടുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ കേരളത്തിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഫിസിക്സിന് 120 ഒരു 150+ എങ്ങനെ സ്കോർ ചെയ്യാം? അപ്പൊ ഇപ്പൊ വേണമെങ്കിൽ ചിലർ ചോദിക്കാതെ, എന്താ 180 180 വാങ്ങിക്കൂടെ? 180 180 ഉറപ്പായിട്ട് വാങ്ങാൻ പറ്റും. പക്ഷെ ഇനിയും നമുക്കുള്ള ദിവസം വളരെ കുറവാണ്. അല്ലെങ്കിൽ ആ ദിവസം മൊത്തം നമ്മളിരുന്ന് ഫിസിക്സ് പഠിക്കേണ്ടി വരും. അതെന്തായാലും പോസിബിൾ അല്ലല്ലോ. നമുക്ക് ബയോളജി പഠിക്കണം, നമുക്ക് കെമിസ്ട്രി പഠിക്കണം. അപ്പൊ അതോടൊപ്പം ഇനിയുള്ള ദിവസം മാക്സിമം കഷ്ടപ്പെട്ടാൽ നമുക്ക് എത്താവുന്ന ഒരു സ്കോറാണ്. ഒരു വളരെ ആത്മാർത്ഥമായി മനസ്സിൽ നിന്ന് വന്ന പ്ലാനാണ്. ചുമ്മാതെ ആരെയും പറ്റിക്കാനോ ഒരു നേരം പോക്കിനോ, എന്തിന് വെറുതെ സമയം കളയായിട്ട് ഇങ്ങനെ നേരം പോക്കിന് ഇതുവല്ലം ചെയ്യേണ്ട കാര്യമുണ്ടോ? വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സിൽ നിന്ന് എടുത്ത് പറയുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ മാക്സിമം പറ്റുന്ന പോലെ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം നീറ്റിന് 720 മാർക്കുണ്ട്. അതില് ബയോളജി മാത്രം
നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, 360 കിട്ടും. ഈ ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ബയോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് ഈസി ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ പഠിക്കാൻ മെജോറിറ്റി കുട്ടികൾക്ക് ഇഷ്ടമാണ്. കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് MBBS-നെയാണ്. രണ്ടാമത്തെ കാര്യം, ബയോളജി എന്ന് പറയുന്ന സബ്ജക്ട് പഠിക്കാനിരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് അവനറിയാം അവൻ ഡോക്ടർ ആവാൻ പോകുന്ന ആളാണ്, അവൻ ഇതൊക്കെ തന്നെയാണ് ഇനി പഠിക്കേണ്ടത്. അപ്പൊ ആ ഒരു ചിന്തയുണ്ട്. മെഡിസിനെ പറ്റിയൊക്കെ പഠിക്കുമ്പോൾ കെമിസ്ട്രി കയറി വരുന്നുണ്ട്. ഫിസിക്സ് കമ്പാരിറ്റീവ്ലി കുറവാണ്. രണ്ട്, കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്ട് കുറെ ചാപ്റ്ററോട് ഒഴിവാക്കിയപ്പോഴത്തേക്ക് കമ്പാരിറ്റീവ്ലി എളുപ്പമായി എന്നാൽ കെമിസ്ട്രി എളുപ്പമാണെന്നല്ല, കമ്പാരിറ്റീവ്ലി എളുപ്പമായി. പക്ഷെ ഫിസിക്സ് പ്രശ്നമാണ്, ഫിസിക്സ് ഭൂതമാണ്. എല്ലാവരും നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികളെ സംബന്ധിച്ച് ഫിസിക്സ് ഭൂതമാണ്. ജെഇക്കാർക്ക് ഫിസിക്സ് ഭൂതമല്ല, കാര്യം അവർക്ക് മാത്സ് ആണ് ഭൂതം, ഫിസിക്സ് കുട്ടി ഭൂതമാണ്. പക്ഷെ എങ്ങനെ ഈ ഭൂതത്തിനെ നമുക്ക് കുപ്പിയിലാക്കാം, 180 ഉള്ളതിൽ ഒരു 150+ എങ്ങനെ സ്കോർ ചെയ്യാം, അതാണ് നമുക്കൊന്ന് വ്യക്തമായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് നോക്കാം. പിന്നെ ഞാൻ ഒരു അപ്രോക്സിമേഷൻ എടുത്തതാണ്. നമ്മുടെ ഈ വർഷത്തെ ടാർഗറ്റ് ഒരു 650+ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ 650+ ടാർഗറ്റ് വെച്ചത് വേറെ ഒന്നിനുമല്ല, കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമായിരുന്നു. നിങ്ങൾക്കറിയാം 720 ഔട്ട് ഓഫ് 720 കിട്ടി. എനിക്ക് പേഴ്സണലി 720 ഔട്ട് ഓഫ് 720 ഒരു വിദ്യാർത്ഥി വാങ്ങുന്നതിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല. അതെന്താ, കുട്ടികൾ ബുദ്ധിമുട്ടണമെന്നാണോ? ഒരിക്കലും അല്ല. പക്ഷെ കോമ്പറ്റീഷൻ എക്സാം ആണ്, ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. സിവിൽ സർവീസ് പോലത്തെ അല്ലെ ഒരു ND എക്സാം പോലെ തന്നെ ഒരു ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാം ഉള്ള ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു എക്സാം ആണ് നീറ്റ് എന്ന് പറയുന്നത്. ആ നീറ്റ് എക്സാമിന് ഒരു മിനിമം ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി വേണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം. കാര്യം നമ്മൾ ഡോക്ടേഴ്സ് ആവാനാണ് ആഗ്രഹിക്കുന്നത്. നാളെ ഒരാളുടെ ലൈഫ് വെച്ചിട്ടാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അതായത് അവരുടെ മനുഷ്യന്റെ കൺകണ്ട ദൈവമായിട്ട് മാറേണ്ട ആൾക്കാരാണ് നിങ്ങൾ ഡോക്ടേഴ്സ്. ഉറപ്പല്ല. ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചാളാം, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു. ഇപ്പൊ എഞ്ചിനീയർ അല്ലല്ലോ, അധ്യാപകനാണല്ലോ. എഞ്ചിനീയർ ആണെന്ന് വേണേ പറയാം, എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഞാനും എൻട്രൻസ് എഴുതിയ ആളാണ്. എൻട്രൻസ് എഴുതിയ വലിയ കുഴപ്പമില്ലാത്ത റാങ്ക് കിട്ടിയ ആളാണ്. അതിനെപ്പറ്റിയും പിന്നെ എൻട്രൻസിന് ശേഷം ഇനിയും അല്ലെങ്കിൽ +2 ശേഷം കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് ഉള്ളതിനെ പറ്റി വളരെ രസകരമായി സംസാരിച്ച് ഞാൻ ഉടനെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. ഇപ്പോഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനും നിങ്ങളുടെ ചേട്ടന്മാരും ഒക്കെ കേൾക്കാൻ വേണ്ടി ഒരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് അവരോട് കുറെ കാര്യങ്ങൾ വിളിച്ച് പറയാനുണ്ട്. അത് നമുക്ക് പിന്നെ സംസാരിക്കാം അതിനെപ്പറ്റി. നമുക്കിപ്പോൾ നമ്മുടെ സബ്ജക്റ്റിലേക്ക് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ എക്സാം കുറച്ച് ഡിഫിക്കൽട്ട് ആകണം എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം വേറൊന്നുമല്ല. നമ്മൾ അത്രയും ഒരു വലിയൊരു പ്രൊഫഷൻ, ഈ ഡോക്ടർ വലിയൊരു സംഭവമാണ്. ഒരു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഭയങ്കര ബഹുമാനം തോന്നും. കാരണം ഇതെങ്ങനെ ഈ മനുഷ്യന് ഡോക്ടറായി? നമ്മുടെ ചുമ്മാ ഇരിക്കുന്ന ഒരു ഡോക്ടറുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വലിയ വലിയ മെഡിക്കൽ കോളേജുകളിലൊക്കെ അവിടുത്തെ സീനിയർ പ്രൊഫസർമാരെയൊക്കെ ഒന്ന് കാണണം. ഇപ്പൊ എന്റെ ഒരു കസിൻ ചേട്ടനുണ്ട്, പുള്ളിക്കാരൻ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ MBBS ചെയ്തു, PG കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് ചെയ്തത്. എന്റെ കസിനുണ്ട്, ആള് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ MBBS കഴിഞ്ഞു. അപ്പൊ ഇവരുടെയൊക്കെ എക്സ്പ്ലോഷറും അവരുടെ അവർക്ക് കിട്ടിയ സാഹചര്യം ഉണ്ടല്ലോ, അവർ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്ന സർക്കംസ്റ്റാൻസസ്, ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല കുശുമ്പ് തോന്നാറുണ്ട്. കാര്യം നമ്മള് സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച ആളാണ്, പക്ഷെ ഇതിന്റെ എക്സ്പ്ലോഷർ മാരകമാണ്. അപ്പൊ അങ്ങനെ ഒരു ഡോക്ടറായി ഒന്ന് ആലോചിച്ചോ, വളരെ വലിയ ഡിസിഷൻ എടുക്കേണ്ട ആളാണ്. ഇപ്പം ഞാനൊരു പണ്ടൊരു എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ ഞാൻ സോഫ്റ്റ്വെയർ ഫീൽഡിലായിരുന്നു. ഞാനൊരു പ്രോഗ്രാം ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാനൊരു ഗെയിം ഡെവലപ്പ് ചെയ്യുന്നു. ഇതിനകത്ത് എറർ വന്നു കഴിഞ്ഞാൽ എനിക്കത് എറർ തിരുത്താം. എനിക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ഉണ്ട്, നമുക്കത് പറ്റും. ഡോക്ടറിന് ഇത് പറ്റുമോ? ഓപ്പറേഷൻ വന്നു, തെറ്റി, എന്നിട്ട് എവിടെ പോയി തിരുത്തും? അപ്പൊ അത്ര ഹൈലി എന്താ പറയുന്ന അത്ര വലിയ ഡിസിഷൻ എടുക്കേണ്ട മനുഷ്യന്മാരാ നിങ്ങൾ ഡോക്ടേഴ്സ്. അപ്പൊ നിങ്ങൾ വെറുതെ ഒരു എക്സാം എഴുതി പോകേണ്ട ആൾക്കാരല്ല. IIT പഠിക്കുന്നവർ വെറുതെ ഒരു എക്സാം എഴുതിയാണോ കയറേണ്ടത്? അല്ല, അതിനാണ് JEE അഡ്വാൻസ് വെച്ചിരിക്കുന്നത്. അപ്പം എയിംസ് പോലത്തെ നമ്മുടെ കേരളത്തിലെ വലിയ വലിയ മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടി നല്ല എക്സാം എഴുതി അങ്ങോട്ട് ചെന്നാൽ മതി. നല്ല കട്ട് ഓഫ് വേണം. പക്ഷേ 720 ഔട്ട് ഓഫ് 720 അങ്ങ് വാങ്ങി എക്സാം അങ്ങ് സിമ്പിൾ ആക്കരുത് എന്നുള്ളത് എന്റെ ഒരു എളിയ സജഷനാണ്. എന്തെങ്കിലും ആട്ടെ. കഴിഞ്ഞ വർഷം എക്സാം കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. അപ്പൊ മിനിമം നമുക്ക് വേണ്ട സ്കോർ 650 ആയിരുന്നു. മേ ബി ഈ വർഷം എക്സാം കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആവാം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും കട്ട് ഓഫ് കുറച്ചുകൂടെ താഴും. മേ ബി 600+ മതിയാവാം. എനിക്കറിയില്ല അതിനെപ്പറ്റി. അത് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടതിന് ശേഷം നമുക്ക് പറയാൻ പറ്റും. അല്ലാതെ ചുമ്മാതിരുന്ന് പ്രഡിക്ഷൻ ഒന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. നമുക്ക് അപ്പൊ എങ്ങനെ 150 നമുക്ക് നമ്മുടെ ഫിസിക്സിന് നമുക്ക് നേടാം? അതിന്റെ ഒരു പ്ലാൻ നോക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ 650 മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, ഞാൻ അതുകൊണ്ടാണ് ഈ 150 ഒക്കെ കട്ട് ഓഫ് വെച്ചത്. ഞാൻ എപ്പോഴും റൗണ്ട് ഓഫ് ചെയ്ത് മാർക്കുകളെ പറ്റി സംസാരിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് 650 വെച്ചത്. 680 ആയാലും പ്രശ്നമൊന്നുമില്ല.
നിങ്ങളുടെ മിനിമം ടാർഗറ്റ് 680 ആണെങ്കിൽ നിങ്ങൾ മിനിമം പ്ലാൻ ചെയ്യേണ്ട സ്കോർ ഇതായിരിക്കണം. 350 ബയോളജിക്ക്, 150 വളരെ ഈസി. ഇനി നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി കെമിസ്ട്രി എളുപ്പമാണ്. കെമിസ്ട്രിയിൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് കുറവായതുകൊണ്ട് നിങ്ങൾ അത് പെട്ടെന്ന് പഠിച്ച് തീരുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഇത് 160 ആക്കിക്കോ, ഇത് 140 ആക്കിക്കോ, പ്രശ്നമൊന്നുമില്ല. ഇത് 165 ആക്കിക്കോ, അപ്പൊ ഇത് 135 ആക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഇനി ഇത് 160 ആക്കിയിട്ട് ഇത് 150 ആയിട്ട് നിലനിർത്താൻ പറ്റുക, അത് അതിനേക്കാളും അടിപൊളി. ക്ലിയർ? അപ്പൊ ബയോളജിക്ക് 350, ബയോളജിക്ക് മൊത്തം 360 അതിൽ നിന്ന് 10 മാർക്ക് കുറഞ്ഞിട്ടുള്ള മാർക്ക് വാങ്ങുന്ന കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. എന്ന് വെച്ചാ 90 ക്വസ്റ്റ്യൻ നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയും 2 ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആയാലും പ്രശ്നമില്ല. 2 ക്വസ്റ്റ്യൻ നിങ്ങൾ 90 അറ്റൻഡ് ചെയ്ത് 2 തെറ്റിപ്പോയി, അപ്പം 2 നെഗറ്റീവും വരും, 2 ക്വസ്റ്റ്യന്റെ 8 മാർക്കും പോയിട്ട് 10 മാർക്ക് അങ്ങ് നഷ്ടപ്പെടും, 350 മാർക്ക്. എന്ന് വെച്ചാൽ 88 ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണം ബയോളജി. കെമിസ്ട്രിയും അതേപോലെ തന്നെ 150 കിട്ടണമെങ്കിൽ 150 കിട്ടാൻ എനിക്ക് തോന്നുന്നു 40 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, അതിൽ 38 എണ്ണം ശരിയായാൽ മതി, 150 കിട്ടും. അറ്റ് ദ സെയിം ടൈം ഫിസിക്സ് അത് തന്നെ. ഇനി ഇവിടോട്ട് മാർക്ക് കൂട്ടാൻ പറ്റിയാൽ ഇവിടെ കുറച്ച് കുറച്ചാലും പ്രശ്നമില്ല. പക്ഷെ ഓവറോൾ ടാർഗറ്റ് എത്രയാ? 650 ആയിരിക്കണം. നമുക്ക് 150 അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ മാർക്ക് വാങ്ങുന്ന ഒരു പ്ലാനിലേക്ക് കടക്കാം. എനിക്ക് കിട്ടിയ മെസ്സേജാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് കിട്ടിയ മെസ്സേജാണ്, അതാണ് രസകരമായിട്ട് ചുമ്മാ ഈ സ്ലൈഡിൽ ഇട്ടത്. 150 എങ്ങനെ സ്കോർ ചെയ്യാം, അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് പ്ലാൻ ചെയ്യാം. നിങ്ങൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് വരുന്ന ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നുണ്ട്. ഇതിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് 45 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ തന്നെ 5 ക്വസ്റ്റ്യന്റെ റിലാക്സേഷൻ നമുക്ക് അവിടെ കിട്ടി. അതായത് നമുക്ക് അറിയാത്ത, അപ്പൊ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുമ്പിലേക്ക് കിട്ടുന്നു, 50 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ 45 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഒട്ടും അറിയാത്ത ചാപ്റ്ററുകൾ ഉണ്ടാവില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഇപ്പൊ നിങ്ങൾക്ക് ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെമി കണ്ടക്ടർ എന്ന് പറയുന്ന ചാപ്റ്റർ അറിയില്ല, അങ്ങനെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ചാപ്റ്റർ അറിയില്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻസിലെ 5 എണ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യും, ഉറപ്പായിട്ടും. കാര്യം 45 അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ തന്നെ ഒരു 4-5 എണ്ണം അങ്ങനെ മാറ്റാം എന്നും കരുതി ചാപ്റ്റർ പഠിക്കേണ്ടതെന്നല്ല. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ അല്ലേ വന്നു, കോൺസെപ്റ്റ് വന്നു, എന്ത് ചെയ്യാനാ, ക്വിറ്റ് ചെയ്യാന്നുള്ളത്. അല്ലാതെ അതിരുന്ന് ചെയ്തുള്ള നെഗറ്റീവ് അടിക്കണോ? വേണ്ട. അപ്പൊ അതങ്ങോട്ട് മാറ്റി വെക്കുക. നമ്മുടെ ടാർഗറ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 45 ആണ്, പക്ഷെ നമ്മുടെ സ്കോർ 150 ആണ്. 40 എണ്ണവും നിങ്ങൾ ചെയ്തു, 40 ശരിയാക്കിയ 160 കിട്ടും. ഒരു റോങ് ആൻസർ ആയി, 40 ചെയ്തു പക്ഷെ 39 ശരി, ഒരു തെറ്റ്, അപ്പൊ നിങ്ങൾക്ക് 155 കിട്ടും. 40 ചെയ്തു, 38 ശരി, 2 തെറ്റ്, നിങ്ങൾക്ക് 150 കിട്ടും. അപ്പൊ നമ്മുടെ മിനിമം നിങ്ങൾ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ 38. 40 ചെയ്യണമെന്ന് നിർബന്ധമില്ല, 38 അറിയാം. 40 ചെയ്ത് 2 തെറ്റിച്ചതല്ലേ, വേണ്ട. മിനിമം എത്ര ക്വസ്റ്റ്യൻ ചെയ്യാൻ നിങ്ങൾ പ്ലാൻ ചെയ്യണം? മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 38 ആയിരിക്കണം. 38 എന്നുള്ളത് നിങ്ങൾക്ക് 35 വേണമെങ്കിൽ ആക്കാം, പക്ഷെ അപ്പൊ കെമിസ്ട്രി അപ്പുറത്ത് 2-3 ക്വസ്റ്റ്യൻ കൂടുതൽ ചെയ്യേണ്ടി വരും, കെമിസ്ട്രി നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ. അപ്പൊ മിനിമം നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട, നമ്മുടെ മനസ്സിൽ ആ പ്ലാൻ വേണം. മിനിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 38 ക്വസ്റ്റ്യൻസ്. ഇത് ഏറ്റവും മിനിമം ആണ് ഈ പറയുന്നത്. 38 ക്വസ്റ്റ്യൻ എങ്കിലും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു മനസ്സ് നിങ്ങൾ കാണിക്കണം. 38 ക്വസ്റ്റ്യൻ ആണ് എന്റെ ടാർഗറ്റ്. ഇനിയും എങ്ങനെ 38 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ വരാനാണ് സാധ്യത, എവിടെ നിന്നൊക്കെ വരാനെന്നത് ഒരിക്കലും ടോപ്പിക് ഒന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ +1 പാർട്ട് 1 പാർട്ട് 2 തിരിച്ച് നമുക്ക് അപ്രോക്സിമേറ്റ് അനാലിസിസ് വെച്ച് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അതിനെ പറ്റി ഒന്ന് നോക്കാം. നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ഫിസിക്സിന്റെ ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ക്ലാസ് 11 ക്ലാസ് 12 അത് തന്നെ വോളിയം 1 2 ഉണ്ട്, വോളിയം 1 2 ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഓരോ വോളിയത്തിനെയും 2024 ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് വെച്ചിട്ട് ആദ്യം ഒന്ന് സംസാരിക്കാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നിങ്ങളിപ്പം ഈ സ്ക്രീനിലോട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ക്ലാസ് 11 വോളിയം 1 ചാപ്റ്ററുകൾ കൊടുത്തിട്ടുണ്ട്, 1 by 1 കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ നോക്കിക്കേ, ഫിസിക്കൽ വേൾഡിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറില്ല. പക്ഷേ കഴിഞ്ഞ 2024 ചോദിച്ച ക്വസ്റ്റ്യന്റെ പാറ്റേൺ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് ചോദിച്ച നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കിക്കേ, 3 ക്വസ്റ്റ്യൻ ആണ്. അതായത് നീറ്റ് ക്രാക്ക് ചെയ്യണം, എനിക്ക് മിനിമം 38 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് പഠിക്കാതെയാണ് അങ്ങോട്ട് ചെല്ലുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ബാക്കിയുള്ള ചാപ്റ്റർ അത്ര അടിപൊളിയായിട്ട് പഠിക്കണം. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് കമ്പാരിറ്റീവ്ലി ഈസി ആയിട്ട് പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പൊ ഒരു കാരണവശാലും മറക്കരുത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് നിങ്ങൾ പഠിക്കുന്ന ചാപ്റ്ററിൽ ഉണ്ടായിരിക്കണം, ചാപ്റ്റർ ലിസ്റ്റിൽ ഉണ്ടായിരിക്കണം. ഉണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം.
കാര്യം ഇത് നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി ഈസിയാണ്. ഇനി അതിൽ ഡയമെൻഷൻസ് കണ്ടോ, ഡയമെൻഷൻസ് എഴുതി വെച്ചേക്കുന്നത് എന്താ, ഞാൻ ഓരോന്നും 1 by 1 ഇങ്ങനെ ഇരുന്ന് പറയുന്നില്ല, പെട്ടെന്നൊന്ന് പറയാം. ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മളോട് ഡയമെൻഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. ഇപ്പൊ സ്പെസിഫിക് ഹീറ്റിന്റെ ഡയമെൻഷൻ എത്ര, അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിക്കാവുന്ന ഡയമെൻഷൻ കാണാനുള്ളത്. പക്ഷെ കമ്പാരിറ്റീവ്ലി നമുക്കത് എളുപ്പമാണ്. വെർനിയർ കാലിപ്പർ എന്ന് എഴുതി വെച്ചിരിക്കുന്നു, അതായത് ഇൻസ്ട്രുമെന്റ്സുകൾ. ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നിങ്ങൾ യൂണിറ്റ്സ് നിങ്ങളുടെ ചാപ്റ്റർ പ്രയോറിറ്റി ലിസ്റ്റിൽ ഉറപ്പായിട്ടും ആദ്യം ഉണ്ടാവേണ്ട ചാപ്റ്ററുകളിൽ +1 പാർട്ട് 1 ആദ്യം ഉണ്ടാവേണ്ട ചാപ്റ്ററുകളിൽ ഒന്നാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ ഉറപ്പായിട്ടും അത് പഠിക്കണം. അത് മനസ്സിലായോ? ഇനി നിങ്ങൾ 1 ഡയമെൻഷനിലേക്കും 2 ഡയമെൻഷനിലേക്കും ഒക്കെ എത്തുമ്പോൾ കമ്പാരിറ്റീവ്ലി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കുറവാണ്. 1 ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ബുദ്ധിമുട്ടിക്കാൻ പറ്റും. നീറ്റ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്, പക്ഷെ അവർ വിചാരിച്ചാൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റും. അപ്പൊ 1 ഡയമെൻഷൻ ഇപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ച ഗ്രാഫീന്നാണ്, ഈ വർഷം ഗ്രാഫീന്ന് ചോദിക്കുമെന്നാണോ? ഒരിക്കലും അല്ല, ചോദിക്കാം. പക്ഷെ 1 ഡയമെൻഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ പല ടോപ്പിക്കുകളുണ്ട്. ഫ്രീ ഫോൾ ഉണ്ട്, അതേപോലെ ഇക്വേഷൻസ് ഓഫ് മോഷൻ അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെ എന്തൊക്കെ ഏരിയാസ് കിടക്കുന്നു. പക്ഷെ കഴിഞ്ഞ തവണ ചോദിച്ചത് ഗ്രാഫീന്നാണ്. അപ്പൊ നമുക്ക് ഓരോ ചാപ്റ്റർ വൈസും ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ, അത് ഞാൻ ഉടനെ വീഡിയോ അപ്ലോഡ് ചെയ്തു തരാം. നമുക്ക് ചെയ്യാം, ഉറപ്പായിട്ട് ചെയ്യാം. അതായത് ഓരോ ചാപ്റ്റർ വൈസ് ചെയ്യുന്നില്ല, ഒരു വോളിയം എടുത്തു കഴിഞ്ഞാൽ ആ വോളിയത്തിലെ ഓരോ ചാപ്റ്ററിലും നിങ്ങൾ മിനിമം ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം എന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്തു തരാം. ഇപ്പൊ റൈറ്റ് നൗ നമ്മുടെ പ്രയോറിറ്റി, ചാപ്റ്ററുകളുടെ പ്രയോറിറ്റിയും നിങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ടത് പാർട്ട് 1 നിന്ന് ഉറപ്പിച്ചു വെച്ചോ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് മിനിമം 3 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ്. ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടുത്ത് നിങ്ങൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മോഷൻ ഇൻ എ പ്ലെയിനും അതേപോലെ വർക്ക് എനർജി ഒക്കെ മിക്ക വർഷങ്ങളിലും ക്വസ്റ്റ്യൻസ് 2 ചോദിച്ച് കാണാറുണ്ട്. വർക്ക് എനർജി അതുപോലെ റൊട്ടേഷണൽ മോഷൻ എന്നൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്, പക്ഷെ ക്വസ്റ്റ്യൻ 2 കിട്ടും. ആക്ച്വലി ഈ ചാപ്റ്റർ ഡിഫിക്കൽട്ടാ. അത് ചോദിക്കാനാണ് നമുക്ക് നല്ല ചോദ്യം അവർക്ക് ചോദിക്കാൻ പറ്റും. മെക്കാനിക്സിൽ നിന്ന് അടിപൊളി ചോദ്യം ചോദിക്കാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചോദിച്ചിരിക്കുന്നത് ഇപ്പൊ പുള്ളി സിസ്റ്റം, നമ്മൾ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനെ ചോദിച്ചുള്ളൂ. ഇപ്പൊ കണക്റ്റഡ് സിസ്റ്റത്തിലെ പുള്ളി സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. പക്ഷെ കഴിഞ്ഞതിന്റെ 9 വർഷം ചോദിച്ചതോ ഒരു നോർമൽ പുള്ളിന്ന് ആക്സലറേഷൻ അങ്ങനെ എന്തോ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. അപ്പൊ നിങ്ങൾ പ്രയോറിറ്റി വൈസ് ചെയ്യുമ്പോൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഉറപ്പായിട്ട് ലോസ് ഓഫ് മോഷൻ പഠിക്കണം. കാര്യം കഴിഞ്ഞ വർഷം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. കാരണം ലോസ് ഓഫ് മോഷൻ പഠിക്കാതെ എങ്ങനെ വർക്ക് എനർജി പഠിക്കും? ലോസ് ഓഫ് മോഷൻ അറിയാത്ത ആൾ എങ്ങനെ വർക്ക് എനർജി പഠിക്കുന്നത്? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് ലോസ് ഓഫ് മോഷനിൽ നിന്ന് ഒന്നേ ചോദിച്ചുള്ളൂ, വർക്ക് എനർജിയും ഗ്രാവിറ്റി അല്ലെങ്കിൽ റൊട്ടേഷന് ഇമ്പോർട്ടൻസ് കൊടുത്തു. റൊട്ടേഷൻ മോഷൻ പഠിക്കുന്ന ആള് ലോസ് ഓഫ് മോഷൻ അറിയാതെ എങ്ങനെ റൊട്ടേഷൻ പഠിക്കാനാ? റൊട്ടേഷൻ മാത്രമായിട്ട് എങ്ങനെ പഠിക്കാനാ? അപ്പൊ ലോസ് ഓഫ് മോഷൻ പഠിക്കണ്ടേ? അപ്പൊ ഉറപ്പായിട്ട് ഇത് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അതായത് ലോസ് ഓഫ് മോഷൻ പഠിച്ച കുട്ടിയെ സംബന്ധിച്ച് അപ്പൊ നിങ്ങൾ ലോസ് ഓഫ് മോഷൻ പഠിക്കണം. ലോസ് ഓഫ് മോഷൻ പഠിച്ച കുട്ടിയെ സംബന്ധിച്ച് വർക്ക് എനർജി പഠിക്കാൻ എളുപ്പമാണ്. വർക്ക് പഠിച്ച കുട്ടിയെ സംബന്ധിച്ച് വർക്കും ലോസും നന്നായിട്ട് അറിയാവുന്നതിന് റൊട്ടേഷൻ ഈസിയാണ്. ഇത് 3 അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് ഗ്രാവിറ്റേഷൻ. ഇപ്പൊ ചിലർ ചോദിക്കുന്നത് ഇപ്പൊ എല്ലാം ആയല്ലോ. അപ്പൊ ചാപ്റ്ററുകളുടെ പ്രയോറിറ്റി ലിസ്റ്റുകളാണ് ഞാൻ പറയുന്നത്. ഇതിൽ ഏതൊക്കെ ടോപ്പിക്ക് പഠിക്കണം എന്നുള്ളത് വോളിയം വൈസ് നമുക്ക് ചെയ്യാം, വീഡിയോ ചെയ്യാം. വോളിയം 1 നിന്ന് ഏതൊക്കെ ടോപ്പിക്ക് വരാൻ സാധ്യതയില്ല, നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതിന് കൊടുക്കണം, വോളിയം 2 ഏതിന് കൊടുക്കണം എന്നുള്ളതൊക്കെ പറയാം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 13 ചോദിച്ചിരിക്കുന്നത്. 13 ക്വസ്റ്റ്യൻസ് പാർട്ട് 1 നിന്ന് മാത്രം ചോദിച്ചു കഴിഞ്ഞ വർഷം. പാർട്ട് 2 എത്താം. പാർട്ട് 2 എത്തിയാൽ നോക്കി 7 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. കമ്പാരിറ്റീവ്ലി ഇപ്പൊ പാർട്ട് 2 ഹീറ്റ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി കോമ്പിനേഷൻ കണ്ടില്ലയോ? ഈ കോമ്പിനേഷൻ നോക്കിക്കഴിഞ്ഞാല് കുറെ എന്തുമാത്രം പഠിക്കാനുണ്ട്. അപ്പൊ ഈ ചാപ്റ്റർ പഠിക്കണ്ടെന്നല്ല, നിങ്ങൾ നോക്കി ഇത് നിങ്ങൾ 1, 2, 3 ചാപ്റ്റർ പഠിച്ചപ്പോ കിട്ടിയത് 3 ക്വസ്റ്റ്യനാണ്. 3 ചാപ്റ്റർ പഠിച്ചപ്പോ കിട്ടിയത് 3 ക്വസ്റ്റ്യനാണ്. അപ്പൊ ഒരാൾ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് മര്യാദയ്ക്ക് പഠിക്കാതെ ഈ 3 ചാപ്റ്റർ കടന്ന് കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് തലയും കുത്തിയിരുന്ന് പഠിച്ചെന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? മനസ്സിലായോ? ഇത് പഠിക്കണ്ടെന്നാണോ? ഇത് പഠിക്കണ്ടെന്നല്ല. പക്ഷെ നിങ്ങൾ ഒരു പുതിയ സ്റ്റാർട്ടിങ്, ഇനി കഷ്ടപ്പെട്ട് പഠിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് തീരുമാനം എടുത്ത ആളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ച എന്നാ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി ഈസി ആണെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പം +1 പാർട്ട് 1 അതേപോലെ +1 പാർട്ട് 2 2 വോളിയം കൂടെ നോക്കിയാൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് ആർക്ക് കൊടുക്കുക? +1 പാർട്ട് 1 ടെക്സ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതേപോലെ ഈ ചാപ്റ്ററിൽ മെക്കാനിക്സ് വരുന്ന ഒരു പോർഷനാണ് ഓസിലേഷൻ. മെക്കാനിക്സിന്റെ ഏരിയയിൽ നിൽക്കുന്ന ഒരു പോർഷനാണ് ഓസിലേഷൻ. നമുക്ക് അതിൽ 2 ക്വസ്റ്റ്യൻ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. കാര്യം മെക്കാനിക്സ് കുട്ടികളെ ബുദ്ധിമുട്ടിക്കാൻ പറ്റുമെന്ന് അവർക്കറിയാം. അപ്പൊ അതുകൊണ്ട് അതിന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
ക്ലിയർ? അപ്പൊ നിങ്ങൾ പാർട്ട് 1 കുറച്ച് വെയിറ്റേജ് കൂടുതൽ തന്നെ കൊടുത്തേക്ക. ഏത്? +1 പാർട്ട് 1. ഇനി നമുക്ക് +2 തിരിയാം. +2 എത്തിക്കഴിയുമ്പോൾ മക്കളെ നിങ്ങളുടെ നീറ്റ് എക്സാമിന്റെ പകുതി ബുക്കെന്ന് ഞാൻ വേണേ ഇതിനെ വിളിക്കും. പകുതി ക്വസ്റ്റ്യൻ ഒന്നും കൃത്യം ചോദിക്കുന്നില്ല. പക്ഷേ നിങ്ങളെ 4 ടെക്സ്റ്റ് അങ്ങോട്ട് നിരത്തി വെച്ചു. +1 പാർട്ട് 1, 2, +2 പാർട്ട് 1, 2, 4 നിരത്തി വെച്ചു. ഏത് പഠിക്കണം? +2 പാർട്ട് 1. കണ്ണും പൂട്ടി പറയാൻ പറ്റും നമുക്ക്. മക്കളെ ഈ വർഷം വേണേ അവർക്ക് അടുത്ത് വരാൻ പോകുന്ന വർഷം അവർക്ക് ടെസ്റ്റ് ചെയ്യാം. എന്താ +2 പാർട്ട് 2 എന്ന് ചോദിച്ചുകൂടെ കൂടുതൽ ക്വസ്റ്റ്യൻ? +1 പാർട്ട് 1 എന്ന് ചോദിച്ചുകൂടെ അവർക്ക് ക്വസ്റ്റ്യൻ? അവർക്ക് എന്തും ചെയ്യാം. ക്വസ്റ്റ്യൻ ഇടുന്ന ആളുടെ അതോറിറ്റിയാണ് അതൊക്കെ. പക്ഷേ കഴിഞ്ഞ 4-5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് വെച്ച് നിങ്ങൾ മനസ്സിലാക്കി നോക്കിക്കോളൂ. +2 പാർട്ട് 1 തട്ട് താണ് തന്നെ ഇരിക്കും. നമ്മുടെ നരസിംഹത്തില് മമ്മൂക്ക പറയുന്ന തൊട്ട് മാരാരിയിരിക്കുന്ന തട്ട് താണിരിക്കും എന്ന് പറയുന്ന തൊട്ട് +2 പാർട്ട് 1 മാരക സംഭവം. അതിലെ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2 4 ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. രണ്ടുകൂടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2 4 ക്വസ്റ്റ്യൻ. കറണ്ട് ഇലക്ട്രിസിറ്റി 4 ക്വസ്റ്റ്യൻ. അപ്പൊ തന്നെ 8 ക്വസ്റ്റ്യൻ ആയില്ലേ? നമ്മുടെ ജേണി നമ്മൾ പ്ലാൻ ചെയ്ത് എത്ര ആയിരുന്നു? 38 ക്വസ്റ്റ്യനാ. 38 ക്വസ്റ്റ്യൻ മിനിമം നിങ്ങൾ ടാർഗറ്റ് വെച്ചിരിക്കണം. പിന്നെ ഒരു കാര്യം, നോട്ടഡ് ബിലോ, അതൊന്ന് പറഞ്ഞോട്ടെ. ഫിസിക്സ് 38 ക്വസ്റ്റ്യൻ മാത്രം ചെയ്യുന്ന കാര്യമല്ല. ബയോളജിയും കെമിസ്ട്രിയും മര്യാദയ്ക്ക് പഠിച്ചേച്ച് പോകുന്ന കാര്യം പറയുന്നത്. ബയോളജി അറിയില്ല, കെമിസ്ട്രി അറിയില്ല, ഫിസിക്സ് 32 ചെയ്ത് എൻട്രൻസ് കിട്ടത്തില്ല. അതുകൂടെ ഓർത്ത് വെച്ചേക്കുക. ബയോളജിയും കെമിസ്ട്രിയും സ്ട്രോങ് ആയിട്ട് പഠിക്കുകയും എന്നിട്ട് ഫിസിക്സ് മിനിമം 38 എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കണേ. യെസ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമുക്ക് 38 നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ച് 40 ക്വസ്റ്റ്യൻ 2 നെഗറ്റീവ് വരുന്നു, അല്ലെങ്കിൽ മിനിമം 38 ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. ഇവിടെ മക്കളെ 38-ൽ 8 എവിടെ കിട്ടുവാണ്? 38-ൽ 8 ക്വസ്റ്റ്യൻ വരെ നമുക്ക് എവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം? ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2 കറണ്ട് ഇലക്ട്രിസിറ്റിയും. കഴിഞ്ഞ വർഷം 1 ഒരൊറ്റ ക്വസ്റ്റ്യൻ പോലും ചോദിച്ചുമില്ല. ക്വസ്റ്റ്യൻ എല്ലാം ചോദിച്ചത് 2 നോക്ക്, ഞാൻ ടോപ്പിക് എഴുതി വെച്ചിരിക്കുന്നത്. ഡൈപോളിന്ന് ചോദിച്ചു, അതുപോലെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, നമ്മുടെ കപ്പാസിറ്ററിന്റെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ കോൺസെപ്റ്റ് ചോദിച്ചു. പിന്നെ പൊട്ടൻഷ്യൽ ഓഫ് എ തിൻ സ്ഫെറിക്കൽ ഷെൽ, അതായത് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ചോദിച്ചു. പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇത് അനാലിസിസ് നടത്തിയിട്ട് ഞാനിത് പറയുന്നേ. അപ്പം നിങ്ങൾ ആലോചിച്ച് ചോദിക്കേ, അതെന്താ? അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 എന്താ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 എന്താ? പൊട്ടനാ? ഞാൻ മറ്റേ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താ പൊട്ടനാ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 പഠിക്കണ്ടേ? എടാ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. കഴിഞ്ഞ വർഷം അത് വന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് 1 and 2, ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2 രണ്ടും കൂടെ ചേർന്നിട്ട്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് അത് മൊത്തത്തിൽ 4 ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ വർഷം അവര് ചാർജസും ഫീൽഡിൽ നിന്നും ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത. അല്ലെങ്കിൽ 1 നിന്ന് 2 ഇപ്പുറത്തുനിന്ന് 2 വന്നുകൂടെ വരാം. സോ 4 ക്വസ്റ്റ്യൻ നമ്മൾ അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യണം. കറണ്ട് ഇലക്ട്രിസിറ്റി, എന്റെ പൊന്നോ, കറണ്ട് ഇലക്ട്രിസിറ്റി ഇതുപോലൊരു ചാപ്റ്റർ പഠിക്കാൻ അടിപൊളി. ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് അടിപൊളി. ഇല്ല, സൈക്കിൾ ചവിട്ടിയ ആളുടെ കൂട്ടം. സൈക്കിൾ ചവിട്ടുന്നവൻ 5 കൊല്ലം കഴിഞ്ഞ് സൈക്കിൾ എടുത്ത് ചവിട്ടിയാലും മറക്കില്ല. കാര്യം അവൻ എക്സ്പീരിയൻസ് ചെയ്തൊരു സാധനം. അതുപോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. അടിപൊളി ചാപ്റ്റർ. പഠിച്ചാൽ നമ്മുടെ കയ്യിൽ നിൽക്കും. കോൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. പ്രോബ്ലം അങ്ങോട്ട് ഇരുന്ന് പ്രാക്ടീസ് ചെയ്യണം. ചിക്കൻ ബിരിയാണി തിന്നാൻ നമ്മൾ ആർത്തി കാണിക്കുന്ന കൂട്ട്, കുഴിമന്തിയോട് നമ്മൾ ആവേശം കാണിക്കുന്ന കൂട്ട്, കറണ്ട് ഇലക്ട്രിസിറ്റിയോട് നിങ്ങൾ ആവേശം കാണിച്ചോ മക്കളെ. അടിപൊളിയാണ്, മാരക സാധനമാണ് കറണ്ട് ഇലക്ട്രിസിറ്റി. വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. നോക്ക്, സെൽസി എന്ന് ചോദിച്ചു, വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, പവർ, കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്, ഇത്ര ഏരിയ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, ഈ ചാപ്റ്റർ വൈസ് മീൻസ് ഓരോ വോളിയം വൈസ് ഇമ്പോർട്ടന്റ് ടോപ്പിക്, ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് വൈസ് ഞാനൊരു വീഡിയോ എന്തായാലും സെപ്പറേറ്റ്ലി ചെയ്യും. ബട്ട് സ്റ്റിൽ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഈ 2 ടെക്സ്റ്റിലെ, വോളിയം 1 ഈ 2 ചാപ്റ്ററിനെ നിങ്ങൾ മറക്കല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 and 2 ആൻഡ് കറണ്ട് ഇലക്ട്രിസിറ്റി വെരി വെരി ഇമ്പോർട്ടന്റ്. ഇങ്ങനെയായിട്ട് നോക്കിയാൽ മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ. ഈ ഇത്രയും ചാപ്റ്ററുകളിൽ ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്ററാണ് മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ. നോക്ക്, മാഗ്നറ്റിക് മെറ്റീരിയൽ, ഓസിലേഷൻ ഓഫ് മാഗ്നറ്റ്, അഗെയിൻ മാഗ്നറ്റിക് മൊമെന്റ്, ഇതിൽ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ. ഈ മാഗ്നറ്റിക്സ് ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ ഒരു സിമ്പിൾ, ഒരു പാവം പിടിച്ച ചാപ്റ്റർ. ആരെ ഉപദ്രവിക്കാൻ അതിന് താല്പര്യമില്ല. കാര്യം ആ ടെക്സ്റ്റ് NCERT-ൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മര്യാദയ്ക്ക് പഠിക്കുക. അതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻ വരും. എനിക്ക് തോന്നുന്നു ഈ മാഗ്നറ്റിക്സ് ആൻഡ് മാറ്ററിൽ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുണ്ടായിരുന്ന പോർഷൻ എർത്ത് മാഗ്നറ്റിസം ആയിരുന്നു. എർത്ത് മാഗ്നറ്റിസം വരുമ്പം കുട്ടികൾക്ക് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെടുത്ത് മാറ്റുകയും ചെയ്തു. അപ്പൊ ഈ ചാപ്റ്റർ പൊന്നോമനയാണ്, അത് പഠിച്ചു വെക്കണം. വെരി ഇമ്പോർട്ടന്റ്.
ഇനി മൂവിങ് ചാർജ്, എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിനോട് യാതൊരു താല്പര്യമില്ല, തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതിൽ 2 ചോദിച്ചിട്ട് മിനിമം ഇവിടെ 2 ചോദിക്കണമായിരുന്നു. കാര്യം മൂവിങ് ചാർജ് ഡയറക്ഷൻ എടുത്ത്, എനിക്കിവിടെ ഓർമ്മയുണ്ട് ചിലരൊക്കെ ഡയറക്ഷൻ എടുത്തെടുത്ത് ഇങ്ങനെ ഡയറക്ഷൻ പഠിച്ച റൈറ്റ് ഹാൻഡ് റൂളും ഇങ്ങനെ ഡയറക്ഷൻ അതുപോലെ ലെഫ്റ്റ് ഹാൻഡും ഒക്കെ പഠിച്ച് അവരുടെ വിരലൊക്കെ ചിലരൊക്കെ വിരലങ്ങ് മടങ്ങിപ്പോയി. അമ്മാതിരി പഠിത്തമാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ. എന്നിട്ട് ചോദിച്ച ഒരൊറ്റ ക്വസ്റ്റ്യൻ, അത് ചോദിച്ചവിടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലർ കോയിൽ, ഡയറക്റ്റ് ഇക്വേഷൻ. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു സർക്കുലർ കോയിലിന്റെ ഇക്വേഷൻ B = μ/I/2r അല്ലേ. യെസ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അതിന്റെ റിലേറ്റഡ് ആണ് ക്വസ്റ്റ്യൻ, ഞാൻ ഓർക്കുന്നില്ല. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ ഇനി വരുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ഓർത്ത് വെക്കുക, ദിസ് ചാപ്റ്റർ, ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഒരു ക്വസ്റ്റ്യൻ ആദ്യം കണ്ടേ ചെയ്ത് പഠിക്കാതിരിക്കരുത്. കാരണം ഇത് +2 പാർട്ട് 1 ആണ്. ഇനി അടുത്തതിലേക്ക് പോകാൻ നമുക്ക് ഇൻഡക്ഷൻ ലെൻസസ് ലോ ഇൻ ട്രാൻസ്ഫോമർ. ഇവിടെ മക്കളെ ലെൻസസ് ലോ ഒക്കെ ആർക്കാ അറിയാത്ത, ട്രാൻസ്ഫോമർ ആർക്കാ അറിയാത്ത, ട്രാൻസ്ഫോമർ എന്തോ ഇത്ര പഠിക്കാനുള്ളത്, ലെൻസസ് ലോ എന്നാ പഠിക്കാനുള്ളത്. അപ്പം നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. NCERT-യിൽ പറയുന്ന ഹെഡിങ് അല്ലാതെ ഒരൊറ്റ എടുത്തൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, അതിനകത്ത് യാതൊരു സംശയമില്ല. അതെന്തോ പഠിക്കാൻ ഇത്ര പാട്, പഠിക്കണം. അപ്പൊ നിങ്ങൾ ഈ ചാപ്റ്ററിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതെ, ഇത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, കപ്പാസിറ്റർ ഉള്ള സർക്യൂട്ട് ചെയ്യുന്നു. അതുപോലെ ഇമ്പിഡൻസ് നിങ്ങളുടെ ബോർഡ് എക്സാമിന് പോലും നിങ്ങൾ പഠിക്കുന്ന ടോപ്പിക്കാണ്. LCR സർക്യൂട്ട് എല്ലാ ബോർഡ് എക്സാമിനും അങ്ങോട്ട് ചോദിക്കും, എല്ലാ ബോർഡ് എക്സാമിനും ചോദിക്കും അല്ലെ. ബോർഡ് എക്സാം എന്ന് പറഞ്ഞാൽ LCR സർക്യൂട്ട് ഇല്ലാതെ എന്ത് ബോർഡ് എക്സാം എന്നൊക്കെ ചോദിക്കുന്നതുകൊണ്ടാണ്. അതുപോലെ +1 ബോർഡ് എക്സാം എടുത്തു കഴിഞ്ഞാൽ ബാങ്കിങ് ഓഫ് റോഡ് ഇല്ലാത്ത എന്ത് ബോർഡ് എക്സാം എന്നൊക്കെ ചോദിക്കുന്നതാക്കാം. ബോർഡ് എക്സാമിനെ പറ്റി ആധികാരികമായി ഞാൻ സംസാരിക്കാറില്ല. കാര്യം ബോർഡ് എക്സാമിന് ഉള്ള കുട്ടികളെ അങ്ങനെ കാര്യമായി ഞാൻ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾ എൻട്രൻസ് തന്നെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ ബോർഡ് എക്സാമിന് പോകാൻ പോകുന്ന കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ബോർഡ് എക്സാം വെച്ചിട്ട് +1 ബോർഡ് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. കാര്യം ഒരുപാട് കുട്ടികൾ നമുക്ക് താഴെ കമന്റ് വന്നു, സാറിന് ബോർഡ് എക്സാമിനെ പറ്റി ഒന്ന് സംസാരിച്ചുകൂടെ എന്ന് ചോദിച്ചു വന്നിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. നല്ല രീതിയിൽ പഠനം നടത്തിയിട്ട് അതിനെപ്പറ്റി സംസാരിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങളുടെ +2 പാർട്ട് 1 ടെക്സ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 18, വെരി ഇമ്പോർട്ടന്റ്. 18 ക്വസ്റ്റ്യൻ ആടാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഇമ്പോർട്ടൻസ് വിടരുത്. അപ്പൊ +2 പാർട്ട് 1 പഠിച്ചിട്ട് ബാക്കിയുള്ള ടെക്സ്റ്റ് പഠിച്ചാൽ മതി. ദാറ്റ് ഈസ് മൈ സജഷൻ. +2 പാർട്ട് 1 ടെക്സ്റ്റ് പഠിച്ചിട്ട് ബാക്കിയുള്ളത് പഠിച്ചാൽ മതി. അടുത്ത പാർട്ട് 2ലേക്ക് പോകാം. വോളിയം 2ലേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് 12 ക്വസ്റ്റ്യൻ ആണ് മൊത്തം ചോദിച്ചിരിക്കുന്നത്. എടാ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മുടെ ടാർഗറ്റ് 38 ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ 30 ക്വസ്റ്റ്യൻ +2 മാത്രം പഠിച്ചാൽ കിട്ടുമായിരുന്നു. നോക്ക് അല്ലേ, 30 ക്വസ്റ്റ്യൻ. ഇതിൽ ഇനി നമുക്ക് നോക്കാം. റേ ഒപ്റ്റിക്സ്, പ്രിസം, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. ആരെങ്കിലും പറയുമോ പ്രിസം പഠിക്കേണ്ടത്? ജന്മത്ത് ആരെങ്കിലും പറയുമോ? ബോർഡ് എക്സാം എഴുതുന്നവർ പോലും പഠിക്കുന്ന സാധന പ്രിസം. ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഏരിയ എന്ന് വരുന്നതാണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്. ഇതൊക്കെ പഠിക്കേണ്ടത് ആരെങ്കിലും പറയൂ? വെരി ഇമ്പോർട്ടന്റ് ടോപ്പിക്. അപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ് കണ്ടോ. അതുപോലെ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റും ബ്രൂസ്റ്റേഴ്സ് ലോയും പഠിക്കാതെ ഒപ്റ്റിക്സിന്റെ ബുക്ക് നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? വേവ് ഒപ്റ്റിക്സിന്റെ ബുക്ക് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പഠിക്കാതെ നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റൂ? പറ്റത്തില്ല. യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് പഠിച്ചില്ല എന്ന് വിചാരിക്കും, പ്രിസം പഠിച്ചില്ല എന്ന് വിചാരിക്കുക. നിങ്ങൾ റേ ഒപ്റ്റിക്സ് പഠിച്ചില്ല അല്ലെ വേവ് ഒപ്റ്റിക്സ് പഠിച്ചില്ല എന്ന് പറയേണ്ടി വരും. കാര്യം അത് അത്ര ഇമ്പോർട്ടന്റ് അല്ലേ. ചിലപ്പോൾ ഈ വർഷം ചോദിക്കാൻ പോകുന്ന മേ ബി ലെൻസ് മേക്കേഴ്സ് ഫോമിൽ എന്നായിരിക്കും, നമുക്കറിയില്ല. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അനാലിസിസ് വെച്ചിട്ട് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഇവിടെ നോക്കിക്കേ, ഈ മോഡേൺ ഫിസിക്സ് വലിയൊരു സംഭവം കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആറ്റം ന്യൂക്ലിയർ ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്ന ഈ 3 ചാപ്റ്ററിൽ നിന്ന് 2, 2, 4, 1, 5 ക്വസ്റ്റ്യൻ. ഈ 5 ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വളരെ ഈസി ക്വസ്റ്റ്യൻ ആയിരിക്കും, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എസ്പെഷ്യലി കെമിസ്ട്രി ഒക്കെ പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെക്കാളും ഞങ്ങളെക്കാളും ഞാൻ പറഞ്ഞില്ല, എന്നെക്കാളും എന്തായാലും കേരളത്തിലെ മിക്ക കുട്ടികൾക്കും ഈ ചാപ്റ്ററിനെ പറ്റി നല്ല ബോധ്യം ഉണ്ടാവും. കാര്യം നിങ്ങൾ കെമിസ്ട്രിയും കൂടെ, എനിക്ക് കെമിസ്ട്രി ഇഷ്ടമല്ല പേഴ്സണലി. അപ്പം കെമിസ്ട്രി വളരെ ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച് ഈ ചാപ്റ്ററുകൾ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ സെമി കണ്ടക്ടർ 3 ക്വസ്റ്റ്യൻ. മക്കളെ, സെമി കണ്ടക്ടർ ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ചാപ്റ്റർ, വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ. സെമി കണ്ടക്ടർ നിങ്ങളുടെ പിക്കിൽ ഉണ്ടായിരിക്കണം. സെമി കണ്ടക്ടർ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഈ ചാപ്റ്ററുകൾ പഠിക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത്രയും ക്വസ്റ്റ്യൻസ് കിട്ടുകയും ചെയ്യും. 2, 2, 4, 1, 5 ക്വസ്റ്റ്യൻ കിട്ടും. 5 or 6 ക്വസ്റ്റ്യൻ വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. മാത്രമല്ല ആ 6 ചെയ്യാൻ എളുപ്പമാണെന്നുള്ളതാണ് വലിയൊരു സത്യം. അപ്പൊ അത് നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെക്കുക. അപ്പൊ നമുക്ക് ഓവറോൾ ഒരു സ്റ്റഡി നടത്തിയാൽ 2024 സ്റ്റഡി നടത്തിയാൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ +2 പാർട്ട് 1, ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ട ഫസ്റ്റ് പ്രയോറിറ്റി 150 മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താനുള്ള നിങ്ങൾ 4 പടി ചവിട്ടിയാൽ 150 എത്തും എന്ന് വിചാരിക്കും. നിങ്ങളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് +2 പാർട്ട് 1 ആയിരിക്കണം. നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് +1 പാർട്ട് 1 ആയിരിക്കണം. നിങ്ങളുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് +2 പാർട്ട് 2 ആണ്. ലീസ്റ്റ് പ്രയോറിറ്റി എന്ന് ഞാൻ പറയുന്നില്ല,
ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് അങ്ങനെ പറയാം. അവസാനമാണ് ഇവന് പ്രയോറിറ്റി വരുന്നുള്ളൂ. നമുക്ക് കഴിഞ്ഞ 5 വർഷത്തെ അനാലിസിസ് ഒക്കെ നടത്താം. ഇപ്പൊ ഇല്ല, വീഡിയോയുടെ ലെങ്ത് വെറുതെ കൂടി പോകും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാനിങ് ചെയ്തിട്ട് ഈ പ്രയോറിറ്റി ലിസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞ് ആ ചാപ്റ്റർ അതിനനുസരിച്ച് ഒന്ന് ഫോളോ അപ്പ് നടത്തിയാൽ തന്നെ മക്കളെ നല്ലൊരു സ്കോറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം, വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ മക്കളെ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് നിങ്ങൾ പഠിക്കാമെങ്കിൽ തന്നെ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. എനിക്ക് നിങ്ങളോട് പേഴ്സണലി പറയാനുള്ളത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ദയവ് ചെയ്ത് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രകാരം +2 പാർട്ട് 1 ഇമ്പോർട്ടന്റ് കൊടുക്കുവാണെന്ന് വിചാരിക്കുക. +2 പാർട്ട് 1 നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇപ്പം +2 ടെക്സ്റ്റ് എടുക്കുന്നു, നിങ്ങൾ തീരുമാനിച്ചു ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കാൻ നിങ്ങൾ തീരുമാനിച്ചു. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 എടുത്തു കഴിഞ്ഞാൽ കുറെ ടോപ്പിക്കുകളുണ്ട്. ഇതിൽ ഏതൊക്കെ പഠിക്കും എന്നതൊരു സംശയം വരും. അത് ഞങ്ങൾ എന്തായാലും ഉടനെ വീഡിയോ അപ്ലോഡ് ഉടനെ ആസ് സൂൺ ആസ് പോസിബിൾ നമ്മൾ അങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ ഉറപ്പായിട്ടും അതിന്റെ പ്രീവിയസ് ഇയറിലെ 5 വർഷത്തെ മിനിമം 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമ്മുടെ കയ്യിലുണ്ടാകും. ആ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കണ്ണോടിക്കാൻ ഈ NCERT മൊത്തം ഇരുന്ന് തപ്പുന്ന സമയം വേണം. 5 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാൻ. ആ 5 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ നിങ്ങൾ ഇനി അത് അനാലിസിസ് നടത്താൻ ബുദ്ധിമുട്ടുള്ളവരെ ഹെൽപ്പ് ചെയ്യാനാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത്. ഏതൊക്കെ ടോപ്പിക്ക് മിനിമം നോക്കണം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് 1 എടുത്തു കഴിഞ്ഞാൽ കുളംസ് ലോ പഠിക്കാതെ പോകാൻ പറ്റും. അപ്പൊ കുളംസ് ലോ അങ്ങനെ ഓരോ ടോപ്പിക്ക് സ്പെസിഫിക്കലി നമ്മൾ എടുക്കണം. ഇലക്ട്രിക് ഫീൽഡിന്റെ കോൺസെപ്റ്റ് പഠിക്കാതെ പോകാൻ പറ്റുമോ? അതുപോലെ ന്യൂട്രൽ പോയിന്റ്, നൾ പോയിന്റ്, ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നമുക്ക് പഠിക്കാതെ പോകാൻ പറ്റുമോ? അങ്ങനെ കുറെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകൾ നമുക്ക് അത് ഗോസസ് തിയറം പഠിക്കാതെ പോകാൻ പറ്റുമോ? അപ്പൊ അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അങ്ങനെ പറഞ്ഞ് ലിസ്റ്റ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ ചാപ്റ്റർ എടുത്താൽ ഉറപ്പായിട്ടും നിങ്ങൾ പഠിക്കേണ്ട കുറെ ചാപ്റ്റർ ഉണ്ടാവും. അത് NCERTയുടെ വേറെ സെപ്പറേറ്റ് എഴുതാനൊന്നും ഇനി നിൽക്കണ്ട, അതിന് നമുക്ക് സമയമില്ല. NCERT ബുക്കിന്റെ ഫ്രണ്ടിൽ വരുന്ന ഹെഡിങ്ങിന്റെ അവിടെ അണ്ടർലൈൻ ചെയ്തിടുക. മിനിമം ഇത് പഠിച്ചിരിക്കും. 1, 2 ആ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യണം. ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ എഴുതി കളർ ചെയ്ത് പെയിന്റ് ഒക്കെ അടിച്ച് മേഘമൊക്കെ വരച്ച് കാക്കയും തെങ്ങും വരയ്ക്കാനല്ല, പടേന്ന് ഷോർട്ട് നോട്ട് എഴുതണം. എന്ന് വെച്ചാൽ 20 പേജുള്ള അല്ലെ 30 പേജുള്ള ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ ഷോർട്ട് നോട്ട് എഴുതി ഒരു 2 പേജിലേക്ക്, അതായത് 2 പേജ് ഇങ്ങനെ മറിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എപ്പോഴും കിട്ടണം. നിങ്ങൾ അവസാനം ഇപ്പൊ നമുക്കിനി ഒരു 100+ ഡേയ്സ് ഉണ്ട്. അവസാനത്തെ 10 ദിവസം ഉള്ളപ്പോഴും പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ റിവിഷൻ നടത്തുമ്പം അല്ലെ ഒരു മോക്ക് എക്സാം എഴുതാൻ പോകുമ്പോൾ NCERT പൊക്കാൻ നിൽക്കുവാണോ? അല്ല. നമ്മൾ പഠിക്കുന്ന ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ആയിക്കോട്ടെ, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒക്കെ മെറ്റീരിയൽ അടിപൊളിയാണ്. പക്ഷെ അന്നേരം ആ ബുക്ക് എടുക്കാൻ പോവാണോ? ഒരിക്കലും അല്ല. ആ ഷോർട്ട് നോട്ട് അത് എടുത്ത് തുറന്ന് മലത്തി വെച്ച് നോക്കുമ്പോ, തിരിഞ്ഞും വരിഞ്ഞും നോക്കുമ്പം നമ്മൾ പഠിച്ച ആ ദിനങ്ങളെല്ലാം നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോവുകയും പെട്ടെന്ന് ആ കോൺസെപ്റ്റുകൾ കിട്ടുകയും വേണം. അത് ചെയ്തിരിക്കണം. 3 ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്ക് പിക്ക് ചെയ്തു, ആ ഇമ്പോർട്ടന്റ് ടോപ്പിക്ക് പഠിച്ചു, അതിന്റെ ഷോർട്ട് നോട്ട്, ആ പഠിക്കുന്ന ടോപ്പിക്കിന്റെ മാത്രം ഷോർട്ട് നോട്ട് മതി. ഇനി ആ ഷോർട്ട് നോട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. ആ ഷോർട്ട് നോട്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം? അതിന്റെ MCQ പ്രാക്ടീസ് ചെയ്യണം. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വെച്ചിട്ടല്ലേ നമ്മളൊരു ടോപ്പിക് ഒക്കെ ഏകദേശം പിക്ക് ചെയ്ത്, ആ പ്രീവിയസ് ഇയർ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്തിരിക്കണം മക്കളെ, ചെയ്തിരിക്കണം. ഒരു കാരണവശാലും അത് നിങ്ങൾ മുടക്കരുത്. അപ്പൊ നിങ്ങളുടെ പഠനമൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ. വീഡിയോയുടെ ലെങ്ത് കൂടിയോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണുക, ഇതിനനുസരിച്ച് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യുക. വോളിയം 1, 2, 3, 4 നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. അതായത് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് മിനിമം ഇത് പഠിക്കൂ നിങ്ങളെന്നും പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യാം. സമയം പോലെ അനുസരിച്ച് നമുക്ക് ചെയ്യാം. ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ ചെയ്യാൻ നോക്കാം. കാര്യം എക്സാം ഡേറ്റ് ഒക്കെ അടുത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച്.